ഓണക്കാലമാണ്. എത്ര പണം കയ്യിലുണ്ടെങ്കിലും തികയില്ല. ഇതിനിടെ കയ്യിലുണ്ടായിരുന്ന 15,000 രൂപ കളഞ്ഞു പോയാലോ? അങ്ങനെ ഒരു അനുഭവമാണ് പത്തനംതിട്ട കുമ്പഴയിലെ മത്സ്യവ്യാപാരി ബദറുദ്ദീനുണ്ടായത്. പക്ഷേ സങ്കടം അധിക സമയം നീണ്ടു നിന്നില്ല. 15,000 രൂപ കിട്ടിയ കുമ്പഴയിലെ തന്നെ ഓട്ടോ ഡ്രൈവർ രാജേന്ദ്രൻ നായർ തുക ഭദ്രമായി ബദറുദ്ദീനെ ഏൽപ്പിച്ചു. ഈ വന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ആരും തിരിച്ചു തരാറില്ല. എല്ലാവരും സാധാരണ പൈസകൾ എടുത്ത് മാറ്റാനും മറിക്കാനേ നോക്കത്തുള്ളൂ. അതുകൊണ്ട് വളരെ ഉപകാരത്തോടു കൂടി എനിക്ക് തന്നു. വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുകയും ചെയ്തു. സൊസൈറ്റി പെണ്ണ് കിട്ടി. അപ്പോൾ എടുത്ത് ഞാൻ അവരെ കാണിച്ചു. അവിടെ ജോലിക്കാരുണ്ടായിരുന്നു. അവരെ കൊണ്ടെല്ലാം എണ്ണി കൃത്യമാക്കിയിട്ട് പൈസ വാങ്ങിയിട്ട് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു പുള്ളിയെ വരുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. അതും ഇപ്പോൾ ഒരു അരമണിക്കൂർ പുള്ളി വിളിച്ചു. ഞാൻ വന്നു, പുള്ളിയെ കണ്ടു. ആ പൈസ കൊടുത്താൽ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. അത് കണ്ടപ്പോൾ നമുക്ക് അതിലും വലിയ സന്തോഷം. പണം നഷ്ടപ്പെടുന്നവനെ അതിന്റെ വേദന അറിയൂ എന്ന് രാജേന്ദ്രൻ നായർ പറയുന്നു. അർഹതയില്ലാത്ത പണം കയ്യിൽ വെച്ചാൽ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല. കളഞ്ഞു കിട്ടിയ പണം ബദറുദ്ദീനെ തിരികെ ഏൽപ്പിച്ചപ്പോൾ കിട്ടിയ സംതൃപ്തി കോടി രൂപ കൈവശമുണ്ടെങ്കിലും ഉണ്ടാകില്ലെന്ന് രാജേന്ദ്രൻ നായർ പറയുന്നു. പുള്ളിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പുള്ളി ആ പൈസ ഇട്ടാൽ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പുള്ളി വെളുപ്പാങ്ങത്തോട്ട് കച്ചവടം നടത്തി കഷ്ടപ്പെടുന്ന മനുഷ്യനാണ്. ഞാനും അതിൽ കഷ്ടപ്പെടുന്നത്. അപ്പോൾ കഷ്ടപ്പെടുന്ന ഒരാളുടെ പൈസ പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ പുള്ളിയുടെ ആ പൈസ കൊടുക്കുമ്പോൾ സന്തോഷം കിടന്നത് നമുക്ക് തൃപ്തിയായി. അത് തന്നെ വലിയ സന്തോഷമായി. ജീവിതത്തിൽ താൻ ഒരിക്കലും രാജേന്ദ്രൻ നായരെ മറക്കില്ല എന്ന് ബദറുദ്ദീൻ പറഞ്ഞു. ഒരിക്കലും മറക്കാനൊക്കത്തില്ല. കാരണം ഞങ്ങൾ തമ്മിൽ അതുപോലെ ബന്ധമാണ്. ഇനി ആ സ്നേഹം ഞങ്ങൾ നിലനിർത്തും. കാരണം ഞങ്ങൾ അദ്ദേഹത്തിന് ഞങ്ങളെ കൊണ്ട് ഹൃദയങ്ങളിലൊരു സ്വന്തമായ രീതിയിൽ അദ്ദേഹത്തിനെ ഞങ്ങൾ അഭിമാനിക്കുന്നു. പിന്നെ അതുപോലെ അദ്ദേഹത്തിന് ഞങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യും. വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ചെയ്യും. അത് കഷ്ടപ്പാടിലൂടെ വളർന്നവരാണ് ബദറുദ്ദീനും രാജേന്ദ്രൻ നായരും. അധ്വാനിച്ച് കിട്ടുന്ന പണം കൊണ്ട് അന്തസ്സായി ജീവിക്കുക എന്നത് മാത്രമാണ് ഇരുവരുടെയും ലക്ഷ്യം. നമ്മളിങ്ങനെ പോയി തിരിച്ചു വരുമ്പോഴത്തേന് ഈ സാധനം ഇവിടെ ഇല്ല. ഞാൻ അപ്പോഴും അറിയുന്നില്ല. അപ്പോൾ ആ തപ്പുന്ന സമയത്താണ് എനിക്ക് പൈസ പോയെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ പൈസ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ജ്യൂസ് കുടിക്കാൻ ജ്യൂസ് ഞങ്ങളെ കുടിക്കാൻ ഓട്ടം പോയിട്ട് കാണണം. നമുക്കത് ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്. പുള്ളിയുടെ ഇതിന് അവകാശപ്പെട്ട ആളുടെ കയ്യിൽ കൊടുക്കണം. നാളെ ഒരു മാതൃകയായി വരട്ടെ. റിപ്പോർട്ടർ പത്തനംതിട്ട.